മുണിയയിൽ സമ്മേളനം നടത്തുന്ന സമസ്തക്കാരുണ്ടല്ലോ, അവരുടെ വലിയൊരു നേതാവാണ് മുക്കം ഉമർ ഫൈസി. സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച് ഒറ്റുകാരന്റെ ശമ്പളം വാങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഈ മുക്കം ഫൈസി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് വെച്ചൊരു പൈതൃക സമ്മേളനം നടന്നു. പാണക്കാട് തങ്ങന്മാരോട് മുജാഹിദുകൾക്കുള്ള വിയോജിപ്പുകൾ അവർ പറയേണ്ടിടത്ത് പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹം പാണക്കാട് തങ്ങന്മാർക്ക് നൽകുന്ന പദവി അത് അംഗീകരിക്കുകയും അതിനുള്ള പരിഗണന മുജാഹിദുകൾ നൽകുകയും ചെയ്യാറുണ്ട്. അത് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അതുകൊണ്ടാണ് തിരൂരങ്ങാടി PSMO കോളേജിന്റെ പള്ളിക്ക് തറക്കല്ലിടാൻ ബാഫക്കി തങ്ങളെ KM മൗലവി സാഹിബും ഉമർ മൗലവിയും കൂടി ക്ഷണിക്കുന്നത്. ആ പള്ളിയിൽ സുബഹിക്ക് ഖുനൂത്തുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ ഖുത്ബ മലയാളത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ ബദരീങ്ങളുടെ ആണ്ട് നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബാഫക്കി തങ്ങൾ ആ പള്ളിക്ക് തറക്കല്ലിടാൻ പോയത് ആ സമുദായത്തിലെ ഐക്യവും ബന്ധവുമാണ്. ആശയപരമായ വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും നിലനിൽക്കുമ്പോൾ സമുദായം എന്ന ഒരു താല്പര്യം, സമുദായത്തിന്റെ അഭിമാനം എന്ന ഒരു താല്പര്യം ഇവിടെ നിലനിൽക്കണം. യഥാർത്ഥത്തിൽ ഈ മുക്കം ഫൈസിയും അയാളെ പിന്തുണക്കുന്ന സമസ്തയിലെ സദറ വിഭാഗവും ശ്രമിക്കുന്നത് അതാണ്. നിങ്ങൾ നോക്കൂ, ഈ സമ്മേളനത്തിന്റെ വീഡിയോ കണ്ടോ നിങ്ങൾ? സ്വാഗതം പറഞ്ഞ ഉമർ ഫൈസി, അധ്യക്ഷനായ ജിഫ്രി തങ്ങൾ, ട്രഷററായ കൊയ്യോട്, പ്രായമുള്ള പണ്ഡിതന്മാരൊക്കെ വന്ന ആളുകളോട് എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടുന്ന് അച്ചടക്കത്തോടെ ഇരിക്കണം, ബഹളം ഉണ്ടാക്കരുത്, വരുന്ന ആളുകളെ അപമാനിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, തക്ബീർ വല്ലാതെ ചൊല്ലിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, ചിലരെ പേര് കേൾക്കുമ്പോൾ മാത്രം ഉറക്ക തക്ബീർ ചൊല്ലുന്ന ഏർപ്പാടുണ്ട്, അതൊന്നും പാടില്ല. ആലോചിച്ചു നോക്ക്, എന്തൊക്കെയായിരുന്നു ഈ സമ്മേളനത്തെ പറ്റി പറഞ്ഞത്. ഇതിന് പ്രീ ക്യാമ്പുകളുണ്ട്, അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, 33,313 ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നേതാക്കന്മാര് മുള്ളിന്റെ മുകളിലായിരിക്കണത് അനുയായികൾ കുഴപ്പമുണ്ടാക്കുമെന്ന്. കാരണം എന്താ? ഈ സമ്മേളനത്തിന്റെ മുമ്പ് പാണക്കാട് പൈതൃകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹാത്മ്യങ്ങളും പ്രത്യേകതകളൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അത് മുക്കം ഫൈസിക്ക് രസിച്ചില്ല. ആ മുക്കം ഫൈസി ഈ പൈതൃകത്തെ കുറിച്ച് എന്താന്ന് പറഞ്ഞത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരോട് അടക്കം പറയാറുണ്ട്, യോഗത്തിൽ പറയും, നമ്മളതാ തീരുമാനിച്ചു വെച്ച തീരുമാനം ഒറ്റക്കെട്ടായിട്ട് പാണക്കാട് പോയി പറഞ്ഞാൽ അവർ സ്വീകരിക്കല്ലോ എന്ന് പറയാറുണ്ട്. അതിനത് കൊടുത്തില്ല. അവരെടുത്ത തീരുമാനം, നമ്മളുണ്ടാക്കിയ തീരുമാനം അടിച്ചേൽപ്പിക്കല്ലല്ലോ. അവരുണ്ടാക്കിയ തീരുമാനം, ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കേണ്ടത് നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ അവരോട് ചോദിച്ചാൽ അവർ ഉത്തരം കൊണ്ടൂല്ലേ? അവർ പുറത്തിറങ്ങി നടക്കാൻ കഴിയും. ഇതാണ്. അതുകൊണ്ട് ബാപ്പക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും പൈതൃകവും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കണ്ട. ആ പാരമ്പര്യം തന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. അപ്പൊ പൂക്കോയ തങ്ങളുടെയും അതേപോലെ ബാഫക്കി തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ഒന്നും പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പഠിപ്പിക്കണ്ട എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്താ കാര്യം? ഈ പാണക്കാട് തങ്ങന്മാര് മുജാഹിദികളുടെ സമ്മേളനത്തിൽ വന്നു, മുജാഹിദികളുടെ പള്ളികളിൽ വന്നു. ഇതൊക്കെയാണ് ഈ ആളുകളുടെ വലിയ പരാതി. എന്നിട്ട് ഉമർ ഫൈസി പറയുന്നത് നമ്മൾ സ്വീകരിച്ച തർക്കുൽ മുവാലാത്തുണ്ട്, അതാണ് സമസ്ത, അത് സ്വീകരിക്കണം. ആ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ച ആളായിരുന്നോ പാണക്കാട് പൂക്കോയ തങ്ങൾ? ആ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ച ആളായിരുന്നോ ബാഫക്കി തങ്ങൾ? ആ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ച ആളായിരുന്നോ ശിഹാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും ഉമർ അലി തങ്ങളും? ആയിരുന്നില്ല. സമസ്തക്കാര് പറഞ്ഞു 1985 പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികളോട് സലാം ചെല്ലാൻ പാടില്ല. ഇപ്പൊ പാഠപുസ്തകത്തിൽ അതുണ്ടോ? സമസ്തയെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മുക്കം ഫൈസി. മുക്കം ഫൈസിയോട് പറയുന്നു, സമസ്തയെ മാത്രമല്ല നിങ്ങളെയും പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ടുണ്ട് ഈ സമുദായം, മുജാഹിദുകളല്ല. എന്റെ 1985 മുജാഹിദുകൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ പാഠം ഇപ്പോഴില്ലാത്തത്? മുജാഹിദുകളാരും ചേളാരിയിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല. മുജാഹിദുകൾ സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല.
മറിച്ച് ഈ നാട്ടിലെ സമസ്ത അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു വെട്ടണം ആ പാഠം. വെട്ടി. ഇപ്പൊ ആ പാഠം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അത് ആരുടെ പാരമ്പര്യ? അത് പൂക്കോയ തങ്ങളുടെ പാരമ്പര്യം. അരീക്കോട് നിന്ന് NV അബ്ദുസ്സലാം മൗലവി പാണക്കാട് എത്തിയാൽ ആ വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയും. പൂക്കോയ തങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സലാം മടക്കും. നെഞ്ചോട് ചേർത്ത് പിടിച്ച് സലാം മടക്കും. ശിഹാബ് തങ്ങൾ അബൂഖാദർ കുട്ടി നഹാ സാഹിബ് മരിച്ചപ്പോ മയ്യത്ത് നിസ്കരിക്കാതിരുന്നില്ല. അതല്ലേ തർക്കുൽ മുവാലാത്തായി സമസ്ത പഠിപ്പിച്ചത്. കൊടപ്പനക്കൽ തറവാട്ടിലെ വേസ്റ്റ് ബിന്നിൽ പോലും സമസ്തയുടെ തീരുമാനത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല പാണക്കാട്ടെ തങ്ങന്മാർ. ഉണ്ടോ? മുജാഹിദായത് കൊണ്ട് സലാം ചെല്ലരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? മുജാഹിദായത് കൊണ്ട് മയ്യത്ത് നിസ്കരിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? മുജാഹിദായത് കൊണ്ട് കല്യാണം കഴിക്കരുതെന്നോ കഴിപ്പിച്ചു കൊടുക്കരുതെന്നോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ പാണക്കാട്ടെ പാരമ്പര്യം. അതാ ബാഫഖി തങ്ങളുടെ പാരമ്പര്യം. ആ പാരമ്പര്യം തകർത്ത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ ബോധത്തെ ഒറ്റിക്കൊടുക്കാനാണ് ഈ ഉമർ ഫൈസിയും ഷജറകളും ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളോട് പറയാ നിങ്ങൾക്ക് തങ്ങന്മാരോട് ബഹുമാനിയില്ല, ആദരവില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് സമ്മേളനം വന്നു. സമ്മേളനം വന്നപ്പോ ഉമർ ഫൈസിയോട് കാസർഗോട്ടൊക്കെയുള്ള സമസ്തയുടെ ആളുകൾ, പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു, സമ്മേളനത്തിൽ വന്ന് തോന്നിവാസം പറഞ്ഞാൽ കാലിന്റെ മുട്ട് ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പറഞ്ഞതും തിരുത്തണം. അപ്പറഞ്ഞതും തിരുത്തണം. എപ്പ തിരുത്തണം? എപ്പ തിരുത്തണം? സ്വാഗതത്തിൽ തന്നെ തിരുത്തണം. തിരുത്തി പറയിച്ചു. നമ്മുടെയൊക്കെ കേരള മുസ്ലിങ്ങളുടെ നേതാവായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അപ്പൊ കേരള മുസ്ലിങ്ങളുടെ നേതാവായി. തൊട്ടടുത്ത ദിവസം എന്താ പറഞ്ഞത്? മുമ്പുള്ള ദിവസം എന്താ പറഞ്ഞത്? അങ്ങനെ ശിഹാബ് തങ്ങളുടെയും അതേപോലെ ബാഫഖി തങ്ങളുടെ ഒന്നും പാരമ്പര്യം പറയണ്ട എന്ന് പറഞ്ഞയാളെ കുറിച്ച് സമ്മേളനത്തിന്റെ സ്വാഗതത്തിൽ അതേ ഉമർ ഫൈസിയെ കൊണ്ട് പറയിപ്പിച്ചു. എന്ത്? കേരള മുസ്ലിങ്ങളുടെ നേതാവ് തമ്പുരാൻ വളരെ ശക്തമായി കൊണ്ട് തന്നെ ഈ സമുദായത്തെ നയിക്കാൻ ആയുരാരോഗ്യവും സിഹത്തും ആരോഗ്യത്തും അല്ലാഹുവിനെ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രാവിലെ ഒരു വാർത്ത കേട്ടു. രാവിലെ തന്നെ കുട്ടികൾ എനിക്ക് ഒരു വാർത്ത കേൾപ്പിച്ചു. മാതൃഭൂമി ചാനലിന്റെ വാർത്തയാണ്. ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമർ ഫൈസി എന്നും പറഞ്ഞു. അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് അലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് അവർ ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു. കോമാളിയായത് മാതൃഭൂമിയല്ല, ഉമർ ഫൈസിയാണ്. കഴിഞ്ഞ 2 ആഴ്ചത്തെ പ്രസംഗം സ്വയം ഇരുന്ന് കേട്ടു നോക്കൂ. അപ്പൊ മനസ്സിലാകും ആരാ കോമാളി. എന്താ ഈ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ. ആ ജാഥയുടെ ഉദ്ഘാടനത്തിൽ സാദിഖ് അലി തങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ മലപ്പുറത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനെക്കുറിച്ച് ഇയാൾ എന്താ പറഞ്ഞത്? ജാഥ തുടങ്ങിയപ്പോ ചിലരൊന്നും വന്നില്ല. ജാഥ തുടങ്ങി, എല്ലാരും വരാൻ തുടങ്ങി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ 1ഉം 2ഉം സ്ഥലത്തൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ വേറെ ചില ആളുകളും വരാൻ തുടങ്ങി. ബാക്കി ഞാൻ പറയുന്നില്ല. പരിഹസിതായിരുന്നില്ലേ അത്? എന്നിട്ടിപ്പോ മാതൃഭൂമിയെ കോമാളിയാക്കുകയാണ് ഈ മുസ്ലിയാർ. അങ്ങനെ ഒന്നുമില്ല. ഇല്ലാത്തത് ഇങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. ഞാൻ 1980 എൻ്റെ ഒരു വീടുണ്ടാക്കി. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ആ തക്ബീറാണ് പ്രശ്നം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സാദിഖ് അലി ശിഹാബ് തങ്ങള് എന്നൊക്കെ പറയുമ്പോ പന്തല് കിടുങ്ങണ തക്ബീറാണ്. മനസ്സിലായി ഇവർക്ക്. ഈ ഷജറകൾ പറയുന്നിടത്തല്ല, ഷജറകൾ പറയുന്നിടത്തല്ല സമസ്തയുടെ അനുയായികൾ. ഷജറകൾ പറയുന്ന ഭിന്നിപ്പിന്റെ, ചിത്രതയുടെ, അനൈക്യത്തിന്റെ സന്ദേശം ഈ സമുദായം സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഈ സമുദായം ഐക്യത്തോടൊപ്പമാണ്, സൗഹാർദ്ദത്തോടൊപ്പമാണ്. പൂക്കോയ തങ്ങളുടെ, ബാഫഖി തങ്ങളുടെ, ശിഹാബ് തങ്ങളുടെ, ഹൈദർ തങ്ങളുടെ, ഉമർ അലി തങ്ങളുടെ എല്ലാ മുസ്ലിം സംഘടനകളെയും ചേർത്ത് നിർത്തുന്ന ഐക്യത്തിന്റെ സമീപനത്തോടൊപ്പമാണ് സമുദായമെന്ന് ഈ തക്ബീറിൽ നിന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴാ പറഞ്ഞത് തക്ബീറിന്റെ ഊക്ക് കുറച്ച് കുറക്കണം. അദ്ദേഹം എനിക്ക് അന്ന് ഒരു പൈസ തന്നിരുന്നു. അത് ഇന്നും എന്റെ ബെൽറ്റിലുണ്ട്.
അതൊരു വർഗത്തിന്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ്. ഒരു മൊയിലിയാരെ ഗതികേട് നോക്കിയ ഞങ്ങള്. എനിക്ക് പാണക്കാട്ട് തങ്ങന്മാരോട് വെറുപ്പില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പഴയ ബെൽറ്റിലുള്ള അരപ്പട്ടയിലുള്ള പഴയ നോട്ടെടുക്കേണ്ട ഗതികേട് ഈ മുസ്ലിയാർക്ക് വന്നില്ലേ? എനിക്ക് അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതിനുശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണ്. എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട്, പക്ഷെ എനിക്ക് അവിടെ ശമ്പളമില്ല. എന്നാലും എൻ്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിനൊന്നും ഒരു തുടുക്കവും ഉണ്ടാകുന്നില്ല. അല്ലാഹു തആല റഹ്മത്ത് ബർക്കത്ത്. ഇന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ വിരോധമാണെങ്കിൽ ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ് അല്ലേ? പറഞ്ഞിട്ട് പൂതി മാറണില്ല. പാണക്കാട്ട് തങ്ങന്മാരോടുള്ള സ്നേഹം, ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്നത് സമുദായം തിരിച്ചറിഞ്ഞതിലുള്ള ആ ചളിപ്പുണ്ടല്ലോ, അത് മാറ്റാൻ ഈ മുസ്ലിയാർക്ക് കഴിയുന്നില്ല. ഒന്നുമില്ല, സഖാവ് ഒരു മനുഷ്യർക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുന്നിലാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങളും ഇതൊക്കെ പറ്റിയിട്ട് നമ്മളുണ്ടാക്കേണ്ടത് പരസ്പരം നമീമത്തൊക്കെ പറയാനും അത് കൊണ്ടു നടക്കാനും നേതൃത്വം നൽകിയത് ഈ മുസ്ലിയാരാണ്. എന്നിട്ട് ഈ സമ്മേളന വേദിയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഈ സമുദായത്തിൽ ചിത്രതയുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമതായി വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത് ഈ സമുദായത്തെ പുറകോട്ട് വലിച്ചു. രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. തുടർന്ന് പറഞ്ഞത് എന്താ? വഅതസിമു ബിഹബ്ലില്ലാഹ്. ഐക്യം, ഈ പാശം, ഖുർആൻ, അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. ഐക്യത്തിന്റെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് അതൊന്നിച്ചു നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു. അതിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചു, വിശുദ്ധ ഖുർആനിലേക്ക് ക്ഷണിച്ചു. അതിന് ഈ മുസ്ലിയാക്കന്മാര് മുജാഹിദുകളെ കുറിച്ച് പറയുന്നത് എന്താ? അതേപോലെ രണ്ടാമത് ഞാൻ പറഞ്ഞ വിഷയം, ഈ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുസ്ലിം സമുദായത്തിനുണ്ടായ ഇസ്സത്ത്, അതിൽ രാഷ്ട്രീയ ബോധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്ത് മൗലവിയും കട്ടലശ്ശേരിയും അതേപോലെ കെ എം മൗലവിയും സീതി സാഹിബും ഉമർ മൗലവിയും കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയ ബോധമാണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ മുസ്ലിം രാഷ്ട്രീയ ബോധം. ആ രാഷ്ട്രീയ ബോധം തകർക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാലൊന്നും ശരിയല്ല, നമ്മളിവിടെ വോട്ട് ചെയ്യാനൊന്നും പാടില്ല, തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പാടില്ല എന്ന് പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞ് അവര് തന്നെ ഒഴിവാക്കിയ വാദം ഇപ്പൊ ചില കുട്ടികൾ എടുത്തുകൊണ്ടുവരാൻ. അതാണ് ദീനത്രേ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് കേട്ട്, ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചത് വിശ്വസിച്ച് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഗോദയിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആലോചിച്ചോ. ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമരുകളെ കിടുകിട വിറപ്പിച്ച പ്രസംഗമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി, ഇതാണ് ഇസ്ലാമിക ശരീഅത്തെന്നും ഇതാണ് ഞങ്ങളെ പടച്ച റബ്ബിന്റെ നിയമമെന്നും ആ റബ്ബിന്റെ നിയമത്തിനെതിരായി ഒരു നിയമവും അംഗീകരിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ലെന്നും പാർലമെന്റിനെ വിറപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച ബനാത്ത് വാല സാഹിബും സേഠ് സാഹിബും ഉണ്ടായിരുന്നു. രണ്ടുപേരും പോയത് കേരളത്തിൽ നിന്നാണ്. യുപിയിൽ നിന്ന് വന്നില്ല, ബംഗാളിൽ നിന്ന് വന്നില്ല, രാജസ്ഥാനിൽ നിന്ന് വന്നില്ല, കാശ്മീരിൽ നിന്ന് പോലും വന്നില്ല. കേരളത്തിൽ നിന്നാണ് പോയത്. രണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്ത് പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ച മഹാരഥന്മാരായ നേതാക്കൾ. അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ടുണ്ടായതാണ്. അത് തകർക്കാനുള്ള ശ്രമം ഏത് ഭാഗത്ത് നിന്നുണ്ടായാലും വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. ആദർശവും അതേപോലെ സമുദായ ഐക്യവും ഒന്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് മുസ്ലിം ഐക്യ സംഘം എന്ന് ആദ്യത്തെ സംഘടിത രൂപത്തിന് പേരിട്ടത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
മുസ്ലിങ്ങളല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അള്ളാന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം, ഐക്യപ്പെടണം. ആ പാശത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും സമുദായത്തിന്റെ ഈ ഇസ്സത്തിനെ തകർക്കുന്ന എല്ലാ ഒറ്റുകാരെ കുറിച്ചും ജാഗ്രത പാലിക്കാനും നാം തയ്യാറാവണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.